സ്ത്രീകളും കുട്ടികളും നേരിടുന്ന ശല്യങ്ങൾ കുറയ്ക്കുകയും അതിവേഗം സഹായം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീകൾക്കെതിരായ പൊതുസ്ഥല അതിക്രമങ്ങൾ, സൈബർ ബുള്ളിയിങ്, സ്ത്രീധന പീഡനം ഇതിന്റെ ഭാഗമായാണ് പിങ്ക് ജനമൈത്രി ബീറ്റ്, പിങ്ക് ഷാഡോ പാട്രോൾ പോലുള്ള സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയത്. വീടുകളിലെ ഗാർഹിക പീഡന വിവരങ്ങൾ നേരത്തെ കണ്ടെത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണ സംഘങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു. രാത്രി 9 മണി മുതൽ രാവിലെ 5 വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിവേഗ പോലീസ് സഹായം ലഭ്യമാക്കുക, 112 എമർജൻസി റെസ്പോൺസ്, പിങ്ക് പാട്രോൾ വാഹനങ്ങൾ, കൺട്രോൾ റൂം സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് പ്രത്യേകിച്ച് രാത്രി ജോലി കഴിഞ്ഞു മടങ്ങുന്ന സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്ത്രീകളുടെ സുരക്ഷയും സാമൂഹിക സാമ്പത്തിക മുന്നേറ്റവും ഉറപ്പാക്കാൻ വിവിധ കാലഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ, വിവിധ സർക്കാർ വകുപ്പുകൾ, കേരള പോലീസ് സംവിധാനം എന്നിവയുടെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കപ്പെട്ടത്. ഇന്നേറെ ചർച്ചയാകുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര പോലുള്ള പദ്ധതികൾ പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളല്ല, മറിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യമായ സാമൂഹിക ജീവിതം ഉറപ്പാക്കാനുള്ള ദീർഘകാല നയങ്ങളുടെ തുടർച്ചയാണ്. സ്ത്രീകളെ വീടിന്റെ ചുവരുകൾക്കപ്പുറം തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുജീവിതം, സ്വയം പര്യാപ്തത എന്നിവയിലേക്ക് കൈപിടിച്ചുയർത്താൻ ലക്ഷ്യമിട്ട നിരവധി ഇടപെടലുകളുടെ കഥ കൂടിയാണ് കേരളത്തിന്റെ ഈ യാത്ര. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട സംരംഭം കുടുംബശ്രീയാണ്. 1998 കേരള സർക്കാർ ആരംഭിച്ച ഈ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോടൊപ്പം സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് രൂപീകരിക്കപ്പെട്ടത്. ചെറിയ സമ്പാദ്യ സംഘങ്ങളിൽ നിന്നാരംഭിച്ച് മൈക്രോ സംരംഭങ്ങൾ, കൃഷി, ഭക്ഷ്യ ഉൽപാദനം, സ്വയം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളെ ശക്തരാക്കാൻ കുടുംബശ്രീ നിർണായക പങ്ക് വഹിച്ചു. ഒരിക്കൽ വീട്ടുവളപ്പിൽ മാത്രം ഒതുങ്ങിയിരുന്ന പല സ്ത്രീകളും ഇന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായി മാറിയതിന്റെ പിന്നിൽ കുടുംബശ്രീയുടെ പങ്ക് വളരെ വലുതാണ്. സ്ത്രീകളുടെ സുരക്ഷ പൊതുസ്ഥലങ്ങളിൽ ഉറപ്പാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പ്രധാന ഇടപെടലുകളിലൊന്നാണ് പിങ്ക് പോലീസ് പാട്രോൾ. ബസ് സ്റ്റാൻഡുകൾ, സ്കൂളുകൾ, കോളേജുകൾ, തിരക്കേറിയ നഗരപ്രദേശങ്ങൾ തുടങ്ങിയിടങ്ങളിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന ശല്യങ്ങൾ കുറയ്ക്കുകയും അതിവേഗം സഹായം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസ് അംഗങ്ങളെ വിന്യസിച്ചത്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ ഇത് സഹായിച്ചുവെന്ന വിലയിരുത്തലുകൾ ഉണ്ടായപ്പോൾ ചില ഘട്ടങ്ങളിൽ അതിരുകടന്ന ഇടപെടലുകളെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. 2021 കേരള പോലീസ് കൂടുതൽ വിപുലമായ സ്ത്രീ സുരക്ഷ ഇടപെടലായി പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് ആരംഭിച്ചു. സ്ത്രീകൾക്കെതിരായ പൊതുസ്ഥല അതിക്രമങ്ങൾ, സൈബർ ബുള്ളിയിങ്, സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട സമഗ്ര പദ്ധതിയായിരുന്നു ഇത്. ഇതിന്റെ ഭാഗമായാണ് പിങ്ക് ജനമൈത്രി ബീറ്റ്, പിങ്ക് ഷാഡോ പാട്രോൾ പോലുള്ള സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയത്. വീടുകളിലെ ഗാർഹിക പീഡന വിവരങ്ങൾ നേരത്തെ കണ്ടെത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണ സംഘങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്രയും അതോടൊപ്പം തൊഴിലവസരവും ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പിന്തുണയോടെ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ടാക്സി. വനിതാ ഡ്രൈവർമാർ മാത്രം പ്രവർത്തിപ്പിക്കുന്ന ടാക്സി സേവനമായിരുന്നു ഇത്. പ്രത്യേകിച്ച് രാത്രികളിൽ സ്ത്രീകൾ സുരക്ഷിതമായ ഗതാഗതം ഒരുക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതോടൊപ്പം സ്ത്രീകൾക്കൊരു വരുമാനമാർഗം സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ധനസഹായക്കുറവും പ്രവർത്തന വെല്ലുവിളികളും കാരണം പദ്ധതി ഉപേക്ഷിച്ചതായി അറിഞ്ഞു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളും നേരിടുന്നവർക്കായി സർക്കാർ ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളും നിയമസഹായ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തി. 181 വനിതാ ഹെൽപ്പ് ലൈൻ, വനിതാ പോലീസ് സ്റ്റേഷനുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവ വഴി പ്രതിസന്ധിയിലായ സ്ത്രീകൾക്ക് നിയമസഹായം, മാനസിക പിന്തുണ, സുരക്ഷിത ഇടം എന്നിവ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും നടപ്പിലാക്കി. പലപ്പോഴും സാമൂഹിക ഭീതി കൊണ്ട് പരാതിപ്പെടാൻ മടിക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരം സംവിധാനങ്ങൾ ആശ്രയമായി മാറി. സമീപകാലത്ത് രാത്രികാല യാത്രകളിലെ സുരക്ഷ മുൻനിർത്തി കേരള പോലീസ് നിർഭയ നൈറ്റ് പോലുള്ള പുതിയ സംരംഭങ്ങളും ആരംഭിച്ചു. രാത്രി 9 മണി മുതൽ രാവിലെ 5 വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിവേഗ പോലീസ് സഹായം ലഭ്യമാക്കുക, 112 എമർജൻസി റെസ്പോൺസ്, പിങ്ക് പാട്രോൾ വാഹനങ്ങൾ, കൺട്രോൾ റൂം സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പ്രത്യേകിച്ച് രാത്രി ജോലി കഴിഞ്ഞു മടങ്ങുന്ന സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്ത്രീ ശാക്തീകരണം സുരക്ഷയിൽ മാത്രം ഒതുങ്ങിയില്ല എന്ന തിരിച്ചറിവോടെയാണ് സർക്കാർ തൊഴിൽ, സംരംഭകത്വം, സ്വയം പര്യാപ്തത എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ചെറിയ വായ്പാ പദ്ധതികൾ, സ്വയം തൊഴിൽ പരിശീലനങ്ങൾ, വനിതാ ഹോസ്റ്റലുകൾ, ചെറുകിട സംരംഭങ്ങൾ പിന്തുണ തുടങ്ങി നിരവധി ഇടപെടലുകൾ സ്ത്രീകളുടെ സാമ്പത്തികമായി ശക്തമാക്കാൻ ലക്ഷ്യമിട്ടു. ഒരു സ്ത്രീക്ക് സ്വന്തം വരുമാനം ഉണ്ടാകുമ്പോൾ അവളുടെ തീരുമാനശേഷിയും സാമൂഹിക സ്ഥാനവും ഉയരുന്നു എന്ന ആശയമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര പോലുള്ള പദ്ധതികൾ ചർച്ചയാകുന്നത്. സ്ത്രീകൾക്ക് പൊതുഗതാഗതം കൂടുതൽ വ്യാപകമാക്കുക, യാത്രാ ചെലവ് കുറയ്ക്കുക, തൊഴിൽ, വിദ്യാഭ്യാസ അവസരങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇത്തരം പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നത്.
എന്നാൽ ഇത്തരം പദ്ധതികൾക്ക് അനുകൂല പ്രതികൂല വാദങ്ങളും ഒരുപോലെ ഉയരുന്നുണ്ട്. ചിലർ ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ അനിവാര്യ ഘട്ടമെന്നാണ് വിലയിരുത്തുമ്പോൾ, ചിലർ സമത്വത്തിന്റെ പേരിൽ എല്ലാവർക്കും ഒരേ ആനുകൂല്യം വേണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റം ഒരു ദിവസത്തെ മാറ്റമല്ല. സംസ്ഥാന സർക്കാർ, വിവിധ വകുപ്പുകൾ, കേരള പോലീസ് എന്നിവർ ചേർന്ന് വർഷങ്ങളായി നടപ്പിലാക്കിയ നിരവധി പദ്ധതികളുടെ കൂട്ടായ ഫലമാണ് ഇന്നത്തെ മാറ്റങ്ങൾ. ഇനിയും വെല്ലുവിളികൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവുമായ ഒരു സാമൂഹിക ഇടം സൃഷ്ടിക്കാൻ ഈ ഇടപെടലുകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നതിൽ നിഷേധിക്കാനാകില്ല.